ആദത്തിന് മുമ്പ് മനുഷ്യനുണ്ടായിരുന്നു എന്ന് നമ്മൾ ഈ ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും അതിൻ്റെ ഒരു തെളിവ് കാണാൻ പറ്റുമോ? ഓക്കെ, ഞങ്ങൾക്ക് അത് സംസാരിക്കാം. അതിനു മുമ്പ് എനിക്കൊന്ന് പരിചയപ്പെടുത്തുമോ? എനിക്കറിയില്ലല്ലോ ആരാ സംസാരിക്കുന്നത്, എന്താ. ഇനി തൊടുപുഴയിലാണെന്ന് പറഞ്ഞു, പേര് എന്താ ചെയ്യുന്നതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുമോ? എൻ്റെ പേര് ജോണി. ആ, ഞാനിങ്ങനെ സുവിശേഷം വായിക്കുകയും അതിനെക്കുറിച്ച് പഠിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഓക്കെ. അപ്പം ഇങ്ങനെ കണ്ടപ്പോ ഞാനത് എന്താണ് അതിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വിളിക്കണം, ഇന്ന് സംസാരിക്കണം എന്നുള്ള ഒരു ചിന്ത എന്നിലുണ്ടായത്. അപ്പം ഇങ്ങനെയാണ് ബ്രദർ പറഞ്ഞിരിക്കുന്നത്. ആദമെന്ന വ്യക്തിയെ കുറെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് ദൈവം തെരഞ്ഞെടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഉൽപ്പത്തി പുസ്തകത്തിൽ അങ്ങനെ ആദമിന് മുമ്പ് മനുഷ്യൻ ഉണ്ടായിരുന്നു എന്നൊരു തെളിവ് ഉൽപ്പത്തി പുസ്തകത്തിൽ അല്ലെങ്കിൽ 2-ാം അധ്യായം അല്ലെ 3-ാം അധ്യായം വരെ വരുന്ന അതിൽ എവിടെയെങ്കിലും നമ്മുടെ സൃഷ്ടിയെ കുറിച്ച് കാണുന്നു, എല്ലാ കാര്യങ്ങളും നമ്മൾ അവിടെ കാണുന്നുണ്ട്. അപ്പൊ ദൈവമാണ് ഇത് പറഞ്ഞിരിക്കുന്ന കാര്യം. അപ്പൊ അങ്ങനെ ആദത്തിന് മുമ്പ് മനുഷ്യൻ ഉണ്ടായിരുന്നു എന്ന് ഈ ഉൽപ്പത്തി പുസ്തകത്തില് ഈ 3-ാം അധ്യായം വരുമ്പോ ആ ഭാഗത്ത് 1 മുതൽ 3-ാം അധ്യായം വരുന്ന ഭാഗത്ത് എവിടെയെങ്കിലും അങ്ങനെ ഉണ്ടായിരുന്നു എന്ന ഒരു തെളിവ് നമുക്ക് കാണിക്കാൻ പറ്റുമോ? ഓക്കെ, ഒത്തിരി തെളിവുകളുണ്ട്. അത് ഈ ഇതിൽ നിന്ന്, ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് ഈ 3-ാം അധ്യായത്തോടുള്ള ബന്ധത്തിൽ വേണം. വേറെ ഉള്ളത് അല്ല, ഇതിനകത്ത് ഉള്ളത് അതിനകത്തുണ്ടോ എന്നാണ് എനിക്ക് അറിയേണ്ടത്. ഓക്കെ, അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ബൈബിളിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ വീഡിയോസിനകത്തും പറയുന്ന കാര്യമാണ്. ബൈബിളിൽ പറയുന്ന കാര്യങ്ങളെല്ലാം മെറ്റാഫോർ എന്നുള്ള രീതിയിലാണ്, രൂപകങ്ങളിലൂടെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ബൈബിളിനകത്ത് എഴുതിയിരിക്കുന്ന ഓരോ നൊട്ടേഷൻസും അതിൻ്റെ ആക്ഷരികമായ അർത്ഥത്തിൽ വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ അതിനോട് കൺവേ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ ആശയം കിട്ടത്തില്ല. അപ്പോൾ ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, ആ മനുഷ്യനെ സൃഷ്ടിച്ചത് പൊടിയിൽ നിന്നെന്നാണ് പറയുന്നത്. പൊടി എന്ന് ഉദ്ദേശിക്കുന്നത് ലോക മനുഷ്യരെ കുറിക്കുന്ന കാര്യമാണ്. അപ്പോൾ പൊടിയിൽ നിന്ന് അല്ല, ഞാനൊരിക്കൽ സംശയം ചോദിച്ചേ, പൊടിയിൽ നിന്ന് പറയുമ്പം അങ്ങനെ ഇതിനകത്ത് പൊടിയിൽ നിന്ന് ഇത്ര ജനങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ബൈബിളിൽ നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണാൻ കഴിയുന്നില്ല. അതാ ഞാൻ പറഞ്ഞത്. ഈ പൊടി എന്ന് പറയുന്നത് എത്രയോ മനുഷ്യരപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എത്രയോ മനുഷ്യരിൽ നിന്നാണ് ആദം എന്ന് പറയുന്ന വ്യക്തിയെ അദ്ദേഹം തിരഞ്ഞെടുക്കുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞു തീരട്ടെ, അത് കഴിഞ്ഞ് നിങ്ങൾക്ക് സംസാരിക്കാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കാര്യം ഇതാണ്. ആദമിനെ സൃഷ്ടിച്ചു എന്ന് പറയുന്നത്, പൊടിയിൽ നിന്ന് എടുത്തു എന്ന് പറയുന്ന പൊടി എന്ന് പറയുന്നത് മനുഷ്യരെ കുറിക്കുന്നു. 2, കയ്യിന് ഹാബേലിനെ കൊന്നിട്ട് ഓടിപ്പോകുമ്പോൾ അവനൊരു പട്ടണത്തിലേക്കാണ് ഓടിപ്പോകുന്നത്. അതായത് ജനവാസമുള്ളൊരു വലിയൊരു സമൂഹത്തിലേക്കാണ് ഓടിപ്പോകുന്നത്. അവിടെ പലപ്പോഴും 4 കഴിഞ്ഞിട്ടാണല്ലോ അത് വരുന്നത്. അത് 1-ാമത്തെ ആണെങ്കിലും 3-ാമത്തെ ആണെങ്കിലും 5-ാമത്തെ ആണെങ്കിലും 10-ാമത്തെ ആണെങ്കിലും ഇതെല്ലാം എഴുതുന്നത് മോശയാണല്ലോ. ദൈവം പറഞ്ഞിട്ട് എഴുതിയതൊന്നും അല്ലല്ലോ. അല്ല, ഇത് മോശ തന്നെ എഴുതിയല്ല. ഇത് മോശ ദൈവത്തിന്റെ പർവ്വതത്തിൽ 40 ദിവസം ഇരുന്നപ്പോൾ ദൈവം പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ മോശ പിന്നീട് എഴുതി. അപ്പൊ ഇതിനകത്ത് ഞാനിനി ഒരു കാര്യം ഞാൻ പറയട്ടെ. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം വായിക്കുമ്പോൾ അതിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട്. 5-ാം വാക്യം പറയുകയാണ്, യഹോവയായ ദൈവം ഭൂമിയിൽ മഴ പെയ്യിച്ചിരുന്നില്ല, നിലത്ത് വേല ചെയ്യുവാൻ മനുഷ്യനും ഉണ്ടായിരുന്നില്ല, ഭൂമിയിൽ നിന്ന് മഞ്ഞു പൊങ്ങി നിലമൊക്കെയും നനച്ചു വന്നു. അപ്പൊ ദൈവം പറയുകയാണ് എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ മനുഷ്യൻ ഇല്ല എന്ന് പറയുന്നതാണോ നമ്മൾ വിശ്വസിക്കേണ്ടത്? ദൈവം പറഞ്ഞ കാര്യം. ഇനി ഈ വചനത്തിന് പുറത്തായിട്ടുള്ള നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്തതായ കാര്യങ്ങൾ പറയുന്നതാണോ നമുക്ക് വിശ്വസിക്കാം? ഇവിടെ ബൈബിൾ പറയുന്നു, ഭൂമിയിൽ ആദം ഉണ്ടാകുന്നതിന് മുമ്പ് മനുഷ്യൻ ഇല്ലായിരുന്നു, വേല ചെയ്യാൻ. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, യഹോവയായ ദൈവം ഭൂമിയിൽ മഴ പെയ്യിച്ചിരുന്നില്ല, നിലത്ത് വേല ചെയ്യുവാൻ മനുഷ്യനും ഉണ്ടായിരുന്നില്ല, ഭൂമിയിൽ നിന്ന് മഞ്ഞു പൊങ്ങി നിലമൊക്കെയും നനച്ചു വന്നു. യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി, മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അനന്തരം യഹോവയായ ദൈവം കിഴക്ക് ഏദനിൽ കൊണ്ട് ഏദനിൽ ആക്കി എന്നാണ് നമ്മൾ ഇവിടെ വായിക്കുന്നത്. അപ്പൊ ആദത്തിന് മുമ്പ് ഒരു മനുഷ്യനും ഭൂമിയിൽ ഇല്ല എന്ന് പറയുന്നതാണോ നമ്മൾ വിശ്വസിക്കേണ്ടത്? അല്ലാത്ത ഒരു തെളിവില്ലാത്ത ഒരു കാര്യമാണോ നമ്മൾ വിശ്വസിക്കേണ്ടത്?
ഇപ്പോൾ നിങ്ങളുടെ അറിവ് ഇങ്ങോട്ട് പങ്കുവയ്ക്കാനാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ പറയുന്നതൊക്കെ കേട്ടുകൊണ്ടിരിക്കാം. അതല്ല, ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകാനും നിങ്ങൾക്കത് അറിയണമെന്ന് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. അല്ല ഞാൻ ശ്രദ്ധിച്ചു ഓക്കെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പോൾ ഞാൻ പറയുന്നതിനകത്ത് കാര്യം നിങ്ങൾ അങ്ങനെയല്ല ഇങ്ങനെയെന്ന് വാദിക്കുമ്പോൾ എനിക്ക് വാദപ്രതിവാദം ചെയ്യാൻ ഒന്നാമത് താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ്. കാരണം ഞാൻ വാദപ്രതിവാദം ചെയ്ത് ഞാൻ പറയുന്ന ഭാഗം ശരിയാണെന്ന് സമർത്ഥിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൽ ഒരു വ്യക്തിയെ അഭിഷേകത്തോടുകൂടെ ആ ഒരു ഡിവൈൻ കൾച്ചറിൽ വളർത്താൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ബേസിക് ആയിട്ടുള്ള തൊഴിൽ ബൈബിൾ പഠിപ്പിക്കുകയല്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് ആ ഒരു അച്ഛൻ പട്ടത്തിൽ തന്നെ തുടർന്നാൽ മതിയായിരുന്നു. അപ്പോൾ എൻ്റെ കോളിങ് അതല്ലാത്തത് കൊണ്ടാണ് ഞാൻ വേറൊരു കാര്യം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ എന്തിനാണ് ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ ബൈബിളിനകത്തുള്ള കാര്യങ്ങൾ ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജനങ്ങളെല്ലാം ഈ മതത്തിൻ്റെ അടിമത്വത്തിനകത്ത് പെട്ട് കിടക്കുന്നത് കൊണ്ട് മതം ശരിയല്ല എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ കുറേ കാര്യങ്ങൾ ബൈബിൾ വെച്ച് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ല ബ്രദർ പറഞ്ഞ ഒരു കാര്യം, ബൈബിൾ മതത്തിന്റെ അല്ലല്ലോ. ബൈബിൾ എന്ന് പറഞ്ഞ ദൈവത്താൽ നൽകപ്പെട്ടല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓരോരുടെ അഭിപ്രായത്തിൽ ഉണ്ടായതല്ല. ബൈബിൾ ഒരു മതത്തെ കുറിച്ചും പറയുന്നില്ലല്ലോ. സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവം പറഞ്ഞ കൽപ്പന ലംഘിച്ച് ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യൻ രക്ഷിക്കേണ്ട ക്രമീകരണമാണല്ലോ ദൈവം ഈ വചനത്തിൽ കൂടെ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഈ ബൈബിൾ എന്ന് പറഞ്ഞൊരു മതഗ്രന്ഥം അല്ലല്ലോ. ഒരു മതത്തെ കുറിച്ച് ഇതിനകത്ത് പ്രസ്താവിക്കുന്നില്ല. ബൈബിളിൽ മതത്തെക്കുറിച്ച് വളരെ ആധികാരികതയോടുകൂടെ പ്രസ്താവിക്കുന്നുണ്ട്. മതം എവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ അവിടെയെല്ലാം അതിനെ പൊളിക്കാനുള്ള കാര്യങ്ങൾ ബൈബിൾ ആധികാരികതയോടുകൂടെ പറയുന്നുണ്ട്. ഇവിടെ എവിടെയാ മതം യേശു കർത്താവ് അല്ല ഈ ബൈബിളിനകത്ത് മതത്തിനെ അടിസ്ഥാനപ്പെടുത്തി ഇതിനകത്ത് പറയുന്ന, ഇപ്പൊ നമ്മൾ ഉൽപ്പത്തി പുസ്തകം വായിച്ചു വരുമ്പോ ദൈവം എല്ലാം സൃഷ്ടിച്ചു. അവിടെ ഒരു മതത്തെ കുറിച്ച് പറയുന്നില്ല. പിന്നെ ആദം ദൈവത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചു കഴിഞ്ഞപ്പോൾ ആദമിനെ ഹവ്വയെയും പുറത്ത് ആക്കി എന്ന് നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. 4-ാം അധ്യായത്തിൽ വരുമ്പോഴാണ് അനന്തരം മനുഷ്യൻ തന്റെ ഭാര്യയായ ഹവ്വയെ പരിഗ്രഹിച്ചു. അവൾ ഗർഭം ധരിച്ച് കായീനെ ഹാബേലിനെ പ്രസവിച്ചു. അങ്ങനെ ഈ ആദം പിന്നെ ഉണ്ടാകുന്ന മനുഷ്യൻ എന്ന് പറയുന്നത് ഈ ബൈബിളിൽ പറയുന്നത് ഹാബേലും കായീനും ആണ് എന്നാണ്. അപ്പൊ അതിനു മുമ്പ് ഈ ഭൂമിയിൽ മനുഷ്യൻ ഇല്ല എന്ന് ബൈബിൾ പറയുമ്പോൾ നമ്മൾ ഉണ്ടെന്ന് തെറ്റായി പഠിപ്പിക്കുന്ന ഒരു പഠിപ്പീര് അത് തെറ്റല്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതെങ്ങനെ തെറ്റാകും സഹോദര? 4-ാം അധ്യായത്തിലും 5-ാം അധ്യായത്തിലും ഒക്കെ കയ്യിനും ഹാബേലും അല്ലാതെ ഭൂമി നിറയെ ആൾക്കാരുണ്ടായിരുന്നു എന്ന് അതിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. അല്ല അത് എവിടെയാ പറഞ്ഞു? ഇതിനകത്ത് അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. ഇവിടെ നമ്മൾ 3-ാം അധ്യായം വായിക്കുമ്പോ അവരെ ദൈവം ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുന്ന കാര്യമാണ്. ഭയപ്പെട്ട് ഒളിച്ചു. 3-ാം അധ്യായം വായിച്ച് നമ്മൾ ഇങ്ങോട്ട് താഴോട്ട് വരുമ്പോ അതിന്റെ 22-ാം അധ്യായം, യഹോവയായ ദൈവം മനുഷ്യൻ നന്മ തിന്മകളെ അറിയുവാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തിനെ പോലെ ആയിത്തീർന്നിരിക്കുന്നു. ഇപ്പോൾ അവൻ കൈ നീട്ടി ജീവവൃക്ഷത്തിന്റെ ഫലം കൂടി പറിച്ച് തിന്ന് എന്നേക്കും ജീവിപ്പാൻ സംഗതി വരരുത് എന്ന് കൽപ്പിച്ച് അവനെ എടുത്തിരുന്ന നിലത്ത് കൃഷി ചെയ്യേണ്ടത് യഹോവയായ ദൈവം അവനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. അപ്പം ഈ പുറത്താക്കുന്ന ഈ നിമിഷം വരെ ഇവിടെ ഒരു മനുഷ്യനെ കുറിച്ചും, കാരണം 2-ാം അധ്യായത്തിൽ പറയുന്നു അവിടെ മനുഷ്യൻ വേല ചെയ്യാൻ മനുഷ്യൻ ഇല്ല എന്ന് ദൈവം പറയുന്നിടത്ത് പിന്നെ അവിടെ മനുഷ്യനുണ്ടെന്ന് നമ്മള് ഇല്ലാത്ത ഒരു കാര്യം എന്തിനാ പറയുന്നതെന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. ഈ മനുഷ്യൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണെന്നറിയാവോ? മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മനനം ചെയ്യുന്നവൻ, കാര്യങ്ങളെ ചെയ്യാൻ കഴിവുള്ള വ്യക്തിയാണ് മനുഷ്യൻ. ആ ദൈവത്തിന്റെ ആത്മാവ് അവനിൽ കൊടുത്തിരിക്കുന്നു. ഓക്കെ, നിങ്ങളെല്ലാം പറയുകയാണെങ്കിൽ ഞാൻ കേട്ടോണ്ടിരിക്കാം, നിങ്ങൾ സംസാരിച്ചോളൂ. അല്ല ഞാനിപ്പം അല്ല അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കൂ. ഞാൻ പറയുന്നത് കൂടെ ഒന്ന് ശ്രദ്ധിക്കൂ. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞതുപോലെ മനനം ചെയ്യാൻ കഴിവുള്ളവൻ. എപ്പോൾ ഇദ്ദേഹം മനുഷ്യനായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം അവനോട് ഇടപെട്ട് തുടങ്ങിയപ്പോഴാണ് അവൻ മനുഷ്യനായത്. അതുവരെയും അവൻ മൃഗപ്രകൃതത്തിലായിരുന്നു. നമ്മുടെ ഡാർവിൻ്റെ സിദ്ധാന്തം പറയുന്നത് പോലെ ഭൂമിയും അതിനകത്തുള്ള ചരാചരങ്ങളും ഉണ്ടായത് ആ പരിണാമ സിദ്ധാന്തത്തിലൂടെ ആയിരുന്നു. അതുവരെയും അവനെ മനുഷ്യൻ എന്നല്ല വിളിച്ചിരുന്നത്. കുരങ്ങ് മൂത്ത് ആ കുരങ്ങൻ്റെ പ്രകൃതത്തിലുള്ള മൃഗതുല്യനായ ഒരു വ്യക്തിയായിരുന്നു അന്നുണ്ടായിരുന്നത്. ആ വ്യക്തികളിൽ നിന്നാണ് ദൈവം ഒരാളെ തിരഞ്ഞെടുത്ത് ദൈവത്തിൻ്റെ തരത്തിൽ ഇടപെടാൻ പറ്റുന്ന രീതിയിൽ അവനൊരു മാനുഷിക ഭാവം കൊടുത്തത്. അതുകൊണ്ടാണ് ചോദിക്കുമ്പോൾ ഞാൻ ചോദിക്കണല്ലോ, ബൈബിളിൽ എവിടെയെങ്കിലും കുരങ്ങിൽ നിന്നാണ് മനുഷ്യൻ വന്നതെന്ന് നമുക്ക് ബൈബിളിൽ എവിടെയെങ്കിലും കാണിക്കാൻ പറ്റും? ഞങ്ങൾ യാക്കോബിൻ്റെ മകൻ്റെ പേര് എന്താണെന്ന് അറിയാമോ? അല്ല, ഇസഹാക്കിൻ്റെ മക്കളുടെ പേര് ഏശാവും യാക്കോബും. ഏശാവിൻ്റെ ശരീരം എങ്ങനെയായിരുന്നു? യേശാവിന്റെ ശരീരം രോമമുള്ളതായിരുന്നു. എങ്ങനത്തെ രോമം?
അന്നത്തെ കാലഘട്ടത്തിൽ അവ ശരീരത്തെ സാധാരണ അല്ലെങ്കിൽ ഇന്നും ഉണ്ടല്ലോ അങ്ങനെയുള്ള ഇന്ന് അങ്ങനെയുള്ള ശരീരത്തിലുള്ള മനുഷ്യരില്ല. ഉണ്ട്. രോമാവൃതമായിട്ടുള്ള മനുഷ്യനും രോമാവൃതമായിട്ടുള്ള മനുഷ്യൻ വേറെ, ആടിന്റെ രോമം പോലെയുള്ള ത്വക്കുള്ള മനുഷ്യൻ വേറെ. ആടിന്റെ രോമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ശരിക്കും ചിമ്പൻസിയുടെ അതേ പ്രകൃതമാണ്. അങ്ങനെ ആകുമ്പം യേശാവ് മൃഗമായിരുന്നു എന്നാണ് പറയുന്നത്. യേശാവിന്റെ ശരീരപ്രകൃതം അങ്ങനെ തന്നെ ആയിരുന്നു. അതുകൊണ്ടാണല്ലോ ആടിനെ അറുത്തിട്ട് ആടിന്റെ തോല് വെച്ച് കെട്ടണമെന്നുണ്ടെങ്കിൽ അവന്റെ ശരീരപ്രകൃതം എങ്ങനെയായിരുന്നു? അല്ല, ശരീരപ്രകൃതം അങ്ങനെ ആണെന്നുകൊണ്ട് തന്റെ ഉള്ളിൽ ദൈവം കൊടുത്തിരിക്കുന്ന ആത്മാവിനാണല്ലോ. അതാണ് അതിലോട്ട് വാ. ഇപ്പോഴാണ് നിങ്ങൾക്ക് കത്തി തുടങ്ങിയത്. ദൈവം ഇടപെട്ട് തുടങ്ങുമ്പോഴാണ് ആ വ്യക്തിക്ക് ഒരു മാനുഷിക പ്രകൃതം കിട്ടുന്നത്. സ്റ്റിൽ ആ യേശാവിന്റെ കാലം വരെയും മനുഷ്യന്റെ ശരീരഘടന മൃഗങ്ങളെ പോലെ തന്നെ ആയിരുന്നു, കുരങ്ങനെ പോലെ തന്നെയായിരുന്നു, ചിമ്പൻസിയെ പോലെ തന്നെയായിരുന്നു. അപ്പൊ ആദാമിന്റെ ശരീരം അങ്ങനെയാണ്. ആദാമിൽ നിന്നാണല്ലോ ഇവരെല്ലാം പിന്നെ അതെ, ആദാമിന്റെ ശരീരത്തിൽ നിന്നാണ് എല്ലാവരും വരുന്നതെന്നല്ല, ആദാമിന്റെ ശരീരവും അങ്ങനെ തന്നെയായിരുന്നു എന്ന് ബൈബിളിൽ എവിടെയെങ്കിലും ഇവിടെ നമ്മൾ വായിക്കുന്നു. ദൈവം മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു എന്നാണ്. അപ്പൊ ജീവനുള്ള ദേഹിയായി തീർന്ന മനുഷ്യൻ തേജസ്സിൽ വസിക്കുന്ന തേജോമയനായ ദൈവത്തെ നേരിട്ട് കാണുമ്പോൾ അങ്ങനെ ഒരു മൃഗസൃഷ്ടിയായിട്ടാണോ ദൈവം ഒരു മനുഷ്യനെ സൃഷ്ടിക്കുന്നത്? ഈ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ദൈവം എന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെ എന്താണെന്ന് അറിയില്ല. ദൈവം ഒരു വ്യക്തിയല്ല. മുഖാമുഖം കാണാനായിട്ട് ദൈവത്തിന് ഒരു ശരീരമില്ല. എന്നാ പിന്നെ ബൈബിൾ പറയുന്നുണ്ടല്ലോ, അവൻ ഇരിക്കുന്നത് പോലെ നമ്മൾ അവനെ കാണുമെന്ന് ബൈബിൾ പറയുന്നുണ്ടല്ലോ. അവൻ ഇരിക്കുന്നത് പോലെ നമ്മൾ കാണും. അപ്പൊ അത് കള്ളമാണ്. ബൈബിളിനകത്ത് ദൈവത്തിന്റെ പ്രകൃതത്തെക്കുറിച്ച് യേശു പറഞ്ഞത് എന്താ? യേശുവ പറഞ്ഞത് അതെ, രൂപം ഉണ്ടെന്നാണോ പറഞ്ഞത്, അരൂപിയാണെന്നാണോ പറഞ്ഞത്? ഞാൻ പറയട്ടെ, യേശു കർത്താവ് ഉയർത്തി കഴിഞ്ഞതിന് ശേഷം ശിഷ്യന്മാരെ വാതിലടച്ച് മുറിക്കാത്തിരുന്ന് വന്നപ്പോൾ യേശു അവരോട് പറഞ്ഞു, എന്റെ കൈ കാണ്, നിങ്ങള് എന്റെ കൈ നോക്ക് എന്ന് പറഞ്ഞു. അപ്പൊ ദൈവത്തിനൊരു രൂപം ഉണ്ടല്ലോ. യേശുവാണോ ദൈവം? യേശു ദൈവമല്ലെന്ന് ആരാ പറഞ്ഞത്? യേശു ദൈവമാണെന്ന് ബൈബിളിനകത്ത് ഒരിടവും പറഞ്ഞിട്ടില്ല. ഉണ്ട്, ഞാൻ പറയാം. തോമസ് പറഞ്ഞു, തോമസ് അവിടെ ഇല്ലായിരുന്നു. അപ്പൊ യേശു അവിടെ വന്നപ്പം 11 പേര്, യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുത്തു. 11 പേര് അവിടെ ഇരിക്കുമ്പോൾ യേശു അവിടെ വരുമ്പോൾ അവിടെ തോമസ് ഇല്ലായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ തോമസ് ഉള്ളപ്പം വന്നു. അപ്പൊ തോമസ് പറയാണ്, എന്റെ ദൈവവും എന്റെ കർത്താവും എന്ന് പറഞ്ഞപ്പം യേശു തോമസിനോട് പറഞ്ഞില്ല, ഞാൻ ദൈവമല്ല, അതുകൊണ്ട് നീ ദൈവമാണെന്ന് പറയരുതെന്ന് പറഞ്ഞില്ല. അവിടെ പറഞ്ഞ എന്റെ ദൈവവും എന്റെ കർത്താവ് എന്ന യേശുവിനെ കുറിച്ച് അവിടെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത്. യേശുവിനെ കുറിച്ചാണ് അത് സംസാരിച്ചത് നിങ്ങളുടെ അടുത്ത് ആര് പറഞ്ഞു? പിന്നെ ആരെ കുറിച്ച്? അപ്പൊ യേശു പറഞ്ഞു, നീ എന്റെ വിലാപ്പുറത്ത്. അപ്പം തോമസ് പറഞ്ഞ എന്നാന്നറിയോ, ഞാൻ അവന്റെ വിലാപ്പുറത്ത് കൈ ഇട്ടാതെ ഞാൻ വിശ്വസിക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ തോമസ് ഇല്ലാത്തൊരു സമയത്ത് വന്നപ്പോഴാണ് ഉടനെ യേശു തോമസ് ഉള്ളപ്പോൾ വന്നിട്ട് പറഞ്ഞു, തോമസിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതാ വിലാപ്പുറം കാണിച്ച് നീ ഇത് അന്നേരം കാണാതെ വിശ്വസിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് തോമസിനോട് പറഞ്ഞപ്പോഴാണ് തോമസ് പറഞ്ഞത്, എന്റെ ദൈവം എന്റെ കർത്താവ് എന്ന് പറഞ്ഞ യേശുവിനെയാണ് തോമസ് കൃത്യമായിട്ടും അവിടെ പറയുന്നത്. അത് നമ്മൾ വ്യാഖ്യാനിച്ച് അങ്ങനെ ആക്കിയില്ല. നിങ്ങളിപ്പോ ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ ഞാൻ ഇവിടെ നിന്ന് പറയുന്നിരിക്കട്ടെ, എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ, നിങ്ങൾ ചില പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് ഞാൻ ഇങ്ങനെ ഒരു നെടുവീർപ്പിട്ട് കഴിഞ്ഞാൽ അത് നിങ്ങളെ ദൈവമേന്ന് ഞാൻ വിളിച്ചതായിട്ട് വരുമോ? അങ്ങനെയല്ലല്ലോ. അതങ്ങനെയാണ്. ജീസസിനെ ശരിക്കും അദ്ദേഹം കണ്ടപ്പോ അദ്ദേഹത്തിന് അങ്ങനെ വിളിക്കാൻ തോന്നി. അത് ജീസസിനെ വിളിച്ചതല്ല, അത് ശരിക്കും ദൈവത്തെ വിളിച്ചതാ. കണ്ട ആ ഷോക്കിൽനകത്ത് വിളിച്ചതാ. അല്ല, അങ്ങനെയാണ്. എന്നാ പിന്നെ അന്നേരം ഈ യേശു അന്നേരം പറയണ്ട, ഞാൻ ദൈവമല്ല, എന്നെ അങ്ങനെ വിളിക്കരുതെന്ന് പറയണ്ട. യേശു അത് പറഞ്ഞില്ലല്ലോ. അത് യേശുവിന് മനസ്സിലായി അദ്ദേഹം എന്താ ഉദ്ദേശിച്ചതെന്ന്. യേശുവിനെ വിളിച്ചതായിട്ട് യേശുവിന് തോന്നിയില്ല. യേശുവിനെ വിളിച്ചതെപ്പോഴെല്ലാം യേശു ഇത് കേക്കൂ, നല്ല ഗുരുവേ എന്ന് വിളിച്ചപ്പോ യേശു തിരുത്തി കൊടുത്തു, ഇല്ലേ? അപ്പോ പിതാവേ, അപ്പൊ യേശു ചോദിച്ചു, നല്ല ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൽ അനേക ഗുരുക്കന്മാരുണ്ട്. ആ ഒരു ഗുരുക്കന്മാരുടെ സ്ഥാനത്ത് ചിന്തിച്ചുകൊണ്ട് വിളിച്ചത് കൊണ്ടാണ് യേശു പറഞ്ഞത് അനേക ഗുരുക്കന്മാരുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പൊ യേശു എന്ന് പറയുന്ന നിങ്ങൾ ചിന്തിക്കുന്നതും പറയുന്നതും മാനുഷികമായ ലോജിക്കിനകത്ത് നിന്നാ, മാനുഷിക ബുദ്ധിയിൽ നിന്നാ. ശരിയാ, മാനുഷിക ബുദ്ധിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാ കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, ഈ ബൈബിളിനെ എല്ലാവരുടെ കയ്യിലും അവൈലബിൾ ആക്കി കൊടുത്തതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശാപം.
ബൈബിൾ ആണെങ്കിലും ഖുറാൻ ആണെങ്കിലും വേദങ്ങളാണെങ്കിലും ഉപനിഷത്തുകളാണെങ്കിലും ഇതെല്ലാം വായിക്കേണ്ടത് ശരിക്കുമുള്ള ആത്മബോധം കിട്ടിയ വ്യക്തികളാണ്. അവരാണ് ഇത് മറ്റുള്ളവരെ പഠിപ്പിക്കേണ്ടത്. ഇന്ന് കണ്ട അണ്ടൻ്റെയും അടകോടൻ്റെയും എല്ലാം ഈ ആത്മീയ ഗ്രന്ഥങ്ങൾ കിട്ടിയപ്പോൾ അവരിതിനെ അതിൻ്റെ ആക്ഷരിക അർത്ഥമെടുത്ത് വായിച്ച് അതിനെ ഗ്രഹിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള രീതിയിലുള്ള സംസാരിക്കുന്നത്. ഇങ്ങനെയേ അല്ല ബൈബിൾ വായിക്കേണ്ടത്. ബ്രദർ പറയുന്ന കാര്യം ശരിയായ കാര്യമല്ല. എന്നു ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയണ്ട. കാരണം നിങ്ങൾ പറയുന്നത് ആക്ഷരികമായി ബൈബിളിനെ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾ പറയുന്നത്. അങ്ങനെ അല്ല ബൈബിളിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. നിങ്ങൾ പറയുന്ന രീതിയിലല്ല അതിൻ്റെ അർത്ഥമൊന്നും. ഈ പറഞ്ഞ തോമസ് പറഞ്ഞതും യേശുവിനെ ദൈവമേ എന്ന് വിളിച്ചതല്ല. ആ ആശ്ചര്യത്തോടുകൂടി അദ്ദേഹത്തെ കണ്ടപ്പോൾ തോമാച്ചൻ വിളിച്ചു പോയതാ. അത് ജീസസിന് മനസ്സിലായി, ജീസസിനെ അല്ല വിളിച്ചതെന്ന്. അതുകൊണ്ടാണ് കറക്റ്റായി കൊടുക്കാത്തെ. അതെങ്ങനെയാ യേശു വന്നിട്ട് പറയാം, നീ എന്റെ വിലാപ്പുറത്ത് കൈയിടുക. എന്നിട്ട് യേശു പറഞ്ഞു, കാണാതെ വിശ്വസിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞ ആ യേശുവിനെ ദൈവം എന്ന് വിളിച്ചപ്പോ അതല്ലെന്ന് പറയുന്നത് നിങ്ങൾ വെറുതെ വ്യാജമായ കാര്യം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പ്രത്യക്ഷപ്പെടുന്നവരെല്ലാം ദൈവമാക്കണ്ടേ? അങ്ങനെ ആക്കാൻ പറ്റത്തില്ല. അതെന്താക്കാൻ പറ്റാത്തെ? അങ്ങനെ മരിച്ചതിന് ശേഷം പ്രത്യക്ഷപ്പെട്ട വേറെ ആൾക്കാരുണ്ട്. യേശു കർത്താവ് എല്ലാവർക്കും പ്രത്യക്ഷപ്പെട്ടില്ല. 500-ൽ പരം ആൾക്കാർക്ക് പ്രത്യക്ഷപ്പെട്ടു. യേശുവിന്റെ കാര്യം മാത്രമല്ല ഞാൻ പറഞ്ഞത്. പഴയ നിയമത്തിനകത്ത് മരിച്ചുപോയ ആൾക്കാര് പുതിയ നിയമ കാലഘട്ടത്തിൽ പ്രത്യക്ഷപ്പെട്ടവരുണ്ടല്ലോ. അവരെയും അങ്ങനെ ദൈവമാക്കണ്ടേ? അവരുടെ വിഷയമല്ല എന്റെ വിഷയം. യേശു കർത്താവ് മാത്രമാണ് മരിച്ചിട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ കർത്താവ്. ഈ ശിഷ്യന്മാര് പേടിച്ച് അവരുടെ വീട്ടിലിരിക്കുമ്പോൾ തോമസ് ഇല്ലാത്ത സമയത്ത് വന്നപ്പം ശിഷ്യന്മാര് പിന്നെ പറഞ്ഞു, ഇങ്ങനെ യേശു ഞങ്ങളുടെ അടുത്ത് വന്നു എന്ന് ബാക്കിയുള്ള ശിഷ്യന്മാര് തോമസിനോട് പറഞ്ഞു. യേശു മാത്രമാണോ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിട്ടുള്ളത്? അല്ല, ഞാനിത് പറയട്ടെ. അപ്പൊ യേശു കർത്താവ് അവിടെ വന്നപ്പം തോമസ് പറഞ്ഞു, ഞാൻ വിശ്വസിക്കത്തില്ല എന്ന് പറഞ്ഞാൽ, ഞാൻ അവന്റെ വിലാപ്പുറത്ത് വിരലിട്ടെങ്കിൽ മാത്രമേ ഞാൻ വിശ്വസിക്കത്തുള്ളൂ എന്ന് പറഞ്ഞാൽ, കണ്ട് എനിക്ക് ബോധ്യം വന്നെങ്കിലേ ഞാൻ വിശ്വസിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അന്നേരം അവിടെ യേശു ഒന്നുമില്ല. യേശു വന്ന് പോയി കഴിഞ്ഞതിന് ശേഷം ഈ തോമസ് എനിക്ക് അറിഞ്ഞൂടാത്ത കാര്യമല്ലല്ലോ ഈ നിങ്ങൾ പറയുന്നത്. എന്നെ ഇങ്ങനെ ഈ അക്ഷരം പ്രതി പഠിപ്പിക്കാനായിട്ട് എനിക്ക് ഓൾറെഡി ബൈബിൾ നന്നായിട്ട് അറിയാവുന്ന വ്യക്തിയാണ്. നിങ്ങൾ കാര്യം പറയൂ. അപ്പൊ അങ്ങനെ വന്ന തോമസ് പറഞ്ഞു, ഞാൻ കണ്ട് അപ്പൊ യേശു ഈ തോമസ് ഉള്ള സമയത്ത് അവിടെ വന്നു. എന്നിട്ട് യേശു തോമസിനോട് പറയുകയാണ്, നീ എന്റെ വിലാപ്പുറത്ത് കൈയിട്ട. അപ്പൊ തോമസ് പറഞ്ഞാണ്, ഞാൻ അവന്റെ വിലാപ്പുറത്ത് കൈയിട്ടെങ്കിൽ അല്ലേ ഞാൻ വിശ്വസിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് തോമസ് അവിടെ പറയുകയാണ്, തോമസിനോട് പറയുകയാണ്, നീ എന്റെ വില. അപ്പൊ തോമസ് പറഞ്ഞു, തോമസിന് കാര്യം കണ്ടു മനസ്സിലായി, യേശു ആണെന്ന് മനസ്സിലായി, ശബ്ദം കേട്ട് എല്ലാം കേട്ട് കാര്യം മനസ്സിലായി. യേശു വിലാപ്പുറം കാണിച്ചു. ഉടനെ തോമസ് പറയുകയാണ്, എന്റെ ദൈവം എന്റെ കർത്താവ് എന്ന് ഡയറക്റ്റ് ആയിട്ട് യേശുവിനോട് പറയുമ്പോൾ, യേശു അത് കേട്ടില്ല എന്ന് പറയുമ്പോൾ അതൊരു വ്യാജമായ കാര്യം. ഞാനത് യേശു കേട്ടില്ല എന്ന് പറഞ്ഞില്ല. അദ്ദേഹം വിളിച്ചത് സത്യമാണ്. പക്ഷെ അത് വിളിച്ചത് യേശുവിനെ അല്ല. ഒരാളെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം, ഒരു വലിയ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് ഗദ്ഗതമുണ്ടാകും. ആ ഗദ്ഗതമാണ് ആ തോമാച്ചന്റെ വായിൽ നിന്നുണ്ടായത്. അത് യേശുവിനെ വിളിച്ചതാണെന്ന് അവിടെ എഴുതിയിട്ടില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ഒരു പദം അവിടെ വന്നപ്പം, ദൈവം എന്ന് പറയുന്നത് മനുഷ്യന് തുല്യമല്ലല്ലോ. ദൈവം ദൈവമാണല്ലോ, നിത്യനായ ദൈവം, എല്ലാം ചെയ്യാൻ കഴിയുന്ന ശക്തിയുള്ള ദൈവം. ആ ദൈവം ഇങ്ങനെ പറഞ്ഞപ്പോ തോമസിനോട് പറയാമായിരുന്നില്ല. അതായത് ദൈവം സർവജ്ഞാനിയാണല്ലോ, ഇത് മനുഷ്യന്റെ എല്ലാ അവസ്ഥകളെ അറിയുന്ന ദൈവം. അപ്പൊ ആ ദൈവം അന്നേരം പറയണ്ടേ, തോമസ് നീ പറഞ്ഞത് തെറ്റാ, ഞാൻ ദൈവമല്ല. യേശുവിനെ അല്ലല്ലോ വിളിച്ചത്. യേശുവിനെ അഡ്രസ് ചെയ്ത് വിളിച്ചെങ്കിലല്ലേ യേശുവിന് അത് പറയേണ്ട കാര്യമുള്ളൂ. അദ്ദേഹത്തിന്റെ വായിൽ നിന്നുണ്ടായ ഗദ്ഗതം എന്ന് പറയുന്നത് സാക്ഷാൽ പിതാവാം ദൈവത്തോടായിരുന്നു. അത് യേശുവിന്റെ മുഖത്ത് നോക്കി അല്ല വിളിച്ചത്. അദ്ദേഹം കണ്ട ആ യേശുവാണെന്ന് മനസ്സിലായി, അദ്ദേഹം തൊട്ടു, കണ്ടു, യേശുവാണെന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹത്തിന് ഷോക്കായി. അദ്ദേഹം ആന്റിസിപ്പേറ്റ് ചെയ്തില്ല. ആ സമയത്തുണ്ടായ ഗദ്ഗതമാണ്, അത് യേശുവിനെ വിളിച്ചതല്ല. അല്ല, അങ്ങനെയാണെങ്കിൽ യേശു പറഞ്ഞു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് ബൈബിളിൽ പറയുന്നു. ഞാനും പിതാവും അതെ. ഇന്ന് ഞാൻ പറയും എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാനും പിതാവും ഒന്നാണെന്ന് ഞാൻ പറയും. കാരണം ഞാനും പിതാവ് ഒന്നായിട്ടാണ് ഇന്ന് ഞാൻ ജീവിക്കുന്നത്. എൻ്റെ ഉള്ളിൽ അദ്ദേഹം വസിക്കുന്നു. 24 മണിക്കൂർ ഞാൻ ദൈവത്തിൻ്റെ അകത്ത് സോക്കീത ജീവിക്കുന്ന ഒരു മനുഷ്യനാ. അന്ന് യേശു പറഞ്ഞതുപോലെ അല്ലെങ്കിൽ അതിനേക്കാളും ദൃഢമായിട്ട് ഞാൻ ഇന്ന് പറയും, ഞാനും പിതാവ് ഒന്നാകുന്നുവെന്ന്. അങ്ങനെ പറയണം. ഓരോ വ്യക്തികളും അങ്ങനെ പറയാൻ വേണ്ടിയിട്ടാണ് ജീസസ് ക്രൈസ്റ്റ് ചില പാഠങ്ങൾ അവരെ പഠിപ്പിച്ചത്. അല്ല, പുത്രനിൽ കൂടെ അല്ലാതെ പിതാവിലേക്ക് ആർക്കും ചെല്ലാൻ പറ്റത്തില്ല. ആരായി പുത്രൻ? ഒന്നാണെന്ന് മനുഷ്യന് പറയാൻ പറ്റത്തില്ല. ആരായി പുത്രൻ?
ദൈവം തന്നെ ആണോ? ഈ ഭൂമിയിലേക്ക് അവതരിച്ച എന്നാ നിങ്ങളെ ഞാൻ പഠിപ്പിച്ചിട്ടേ പോകുന്നുള്ളൂ. നിങ്ങൾ യോഹന്നാൻ സുവിശേഷം എടുത്തേ. യോഹന്നാൻ സുവിശേഷം എടുക്ക്. യോഹന്നാൻ സുവിശേഷം എടുക്ക്. തർക്കിക്കരുത് ഇനി. എടുത്ത് വായിച്ചിട്ട് മുമ്പോട്ട് പോയാൽ മതി. എടുക്ക്. യോഹന്നാൻ സുവിശേഷം എടുക്ക്. യോഹന്നാൻ സുവിശേഷം എടുക്ക്. നിങ്ങൾ യോഹന്നാൻ സുവിശേഷം എടുക്കപ്പാ. അല്ല ബ്രദറെ, ഞാൻ നിങ്ങൾ യോഹന്നാൻ സുവിശേഷം എടുക്കാതെ അത് കഴിഞ്ഞ് നമുക്ക് ബാക്കി സംസാരിക്കാം. അല്ല, ഞാൻ ചോദിച്ചതിന്റെ ആദ്യത്തെ ഇത് നിങ്ങൾ പറഞ്ഞിട്ട് യോഹന്നാന്റെ സുവിശേഷം. ഇപ്പൊ നിങ്ങൾ സംസാരിച്ച കാര്യം ക്ലാരിഫൈ ചെയ്തിട്ട് ഇനി ബാക്കിലോട്ട് പോകാം. ആദ്യം നിങ്ങൾ യോഹന്നാൻ സുവിശേഷം എടുക്കൂ. അത് വേണ്ട. ഞാൻ അതെന്താ വേണ്ടാത്തെ? നിങ്ങൾ യേശുക്രിസ്തുവിനെ മാത്രം ദൈവപുത്രനായിട്ട് വെച്ചേക്കുന്ന എന്തിനാ? ദൈവപുത്രനെ മാത്രം, യേശുക്രിസ്തുവിനെ മാത്രം ദൈവപുത്രനായിട്ട് വെച്ചേക്കുന്ന എന്തിനാ? അത് ദൈവപുത്രനായതുകൊണ്ട്. നിങ്ങളും ദൈവപുത്രനാണ്. ഞാൻ ദൈവത്തിന്റെ മകനാണ്. നിങ്ങൾ ദൈവത്തിന്റെ പുത്രനാണ്. ഞാൻ ദൈവത്തിന്റെ മകനാണ്. ദൈവത്തിന്റെ പുത്രൻ എന്ന് പറഞ്ഞാൽ ഞാൻ മാനുഷികമായി എന്ത് ചെയ്തു? മനുഷ്യരിൽ നിന്ന്, പാപം നിറഞ്ഞ മനുഷ്യരിൽ നിന്ന് ജനിച്ച ഞാനാണ്. അതെ, യേശുവും ജനിച്ചത് പാപത്തിലുള്ള സ്ത്രീയിൽ നിന്നാ യേശുവും ജനിച്ചേ. അല്ല, അന്നേരം ഒരു കാര്യമുണ്ട്. സ്ത്രീ പുരുഷ ബന്ധത്തിലല്ല ജനിച്ചത്. നമ്മളെല്ലാം ജനിക്കുന്നത് സ്ത്രീ പുരുഷ ബന്ധത്തിൽ. അതാ പാപം എന്ന് പറയുന്നത്. പാപം എന്ന് പറഞ്ഞാൽ അപ്പോ സ്ത്രീയും പുരുഷനും കൂടെ ബന്ധപ്പെടുന്നത് നിങ്ങൾക്ക് പാപമാണ്. അങ്ങനെയല്ല. ആ പാപമല്ല പറഞ്ഞത്. പിന്നെ ആ പാപമല്ല പറഞ്ഞത്. ഏദൻ തോട്ടത്തിൽ ആദവും ഹവ്വായും ചെയ്തത് മുഖാന്തരം പാപം അവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവരുടെ രക്തത്തിൽ പ്രവേശിച്ചു. ആ രക്തത്തിൽ ഉണ്ടാകുന്ന ഭൂമിയിലുള്ള സകല മനുഷ്യനും പാപത്തിന് അധീനരാണ്. യേശു ഒരു പുരുഷബന്ധത്തിലല്ല ജനിച്ചത്, പരിശുദ്ധാത്മാവിൽ കന്യകയിൽ യാതനാകുക ചെയ്തത്. അങ്ങനെയാണെങ്കിൽ യോഹന്നാൻ സ്നാപകനും പിന്നെ ദൈവത്തിന്റെ പുത്രനാണല്ലോ, ദൈവമാണല്ലോ. യോഹന്നാൻ സ്നാപകൻ ജനിച്ചത് ദൈവത്താലാണ്. ദൂതൻ പറഞ്ഞു. യോഹന്നാൻ സ്നാപകൻ ജനിച്ചത് ബ്രദറെ, സക്രിയാവിന്റെ ജിനിൽ നിന്നാണ് യോഹന്നാൻ ജനിച്ചത്. അല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. ആര് പറഞ്ഞു? അങ്ങനെ പറഞ്ഞിട്ടില്ല. പിന്നെ അബ്രഹാമിന്റെ മകനായ ഇസഹാക്ക് ജനിച്ചത് ദൈവത്തിൽ നിന്നാണ്, അബ്രഹാമിൽ നിന്നല്ല. അബ്രഹാമിൽ നിന്നല്ല, ദൈവത്തിൽ നിന്നാണ് ജനിച്ചത്. അപ്പൊ ഇസഹാക്കും ദൈവമാണോ? ഇസഹാക്കും അപ്പൊ ദൈവമാണോ? ഇസ്ഹാക്ക് ദൈവമല്ല. ഞാൻ പറഞ്ഞില്ലോ, ഇസ്ഹാക്ക് ദൈവമാണ്. അതെങ്ങനെയാ പിന്നെ ശരിയാകാ? അബ്രഹാമിൽ നിന്നല്ല ഇസഹാക്ക് ജനിക്കുന്നത്, അബ്രഹാമിൽ നിന്നല്ല. മനുഷ്യബന്ധത്തിൽ, സ്ത്രീ പുരുഷ ബന്ധത്തിൽ അബ്രഹാമിൽ നിന്നല്ലേ. മാനുഷിക പ്രകൃതിയിലെ ജനിക്കുന്ന ഹലോ കേൾക്ക്. നിങ്ങൾ അല്ലെങ്കിൽ പിന്നെ വാക്യം കൊണ്ടു. അബ്രഹാമിന്റെ മകനാണെന്ന് പറയുന്ന ഇസഹാക്ക് ജനിച്ചത് അബ്രഹാമിൽ നിന്നല്ല, ദൈവത്തിൽ നിന്നാണ്. അബ്രഹാമിൽ നിന്നല്ലെന്ന് ആരാ പറഞ്ഞ? ബൈബിൾ വളരെ വ്യക്തതയോടുകൂടി എഴുതിയിട്ടുണ്ടല്ലോ. എടുക്ക്. 17-ാം അധ്യായം 18-ാം അധ്യായം ഒക്കെ എടുത്ത് വായിക്ക്. ഞാൻ സാറയെ സന്ദർശിക്കും. ഞാൻ സാറയെ സന്ദർശിച്ച് ആകയാൽ നിനക്ക് സാറ പ്രസവിക്കുന്ന മകൻ, അല്ലാതെ അബ്രഹാമിന് മകൻ ഉണ്ടാകും ദൈവം പറഞ്ഞില്ല. ഞാൻ സാറയെ വിസിറ്റ് ചെയ്യും. ഞാൻ സാറയെ വിസിറ്റ് ചെയ്തിട്ട് സാറയിൽ നിനക്കൊരു മകൻ ഉണ്ടാകുമെന്നാ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഹന്നായിക്ക് ജനിച്ച ശമൂവേൽ എങ്ങനെയാ ജനിച്ചത്? അതെ, ദൈവം അങ്ങനെ തന്നെയാ. ഈ കാര്യങ്ങളെല്ലാം ബൈബിൾ പറഞ്ഞിരിക്കുന്നത് പുരുഷ സമ്പർക്കം എന്നുള്ള രീതിയിലല്ല. യേശുവിന്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. അപ്പം പുരുഷ സമ്പർക്കം ഇല്ലാതെ ജനിച്ച ഒരേ ഒരാള് കർത്താവായ യേശുക്രിസ്തു. പുരുഷ സമ്പർക്കത്തോട് നിങ്ങൾ ബൈബിളിനെ വെച്ച് സംസാരിക്കണമെങ്കിൽ ബൈബിളിനെ വെച്ച് സംസാരിക്കണം. ഞാൻ ബാക്കി എടുത്തു തരാം. നിങ്ങൾ ഉൽപ്പത്തി എടുക്ക്. ബാക്കി എടുത്തു തരാം. ഇസഹാക്ക് എങ്ങനെയാ ജനിച്ചതെന്ന് ഞാൻ ബാക്കി എടുത്തു തരാം. ഇസഹാക്ക് ജനിച്ചത് എങ്ങനെയാണെന്ന് ബാക്കി എടുത്തു തരാം. നിങ്ങൾക്ക് ഉരുളല്ലേ? ചുമ്മാ തർക്കിക്കാനായിട്ട് ഉരുളല്ലേ? ചുമ്മാ തർക്കിക്കാനായിട്ട് ഉരുളല്ലേ? അല്ല, നിങ്ങൾ പറഞ്ഞ കാര്യത്തില് എനിക്ക് അതിനൊരു ഉത്തരം തന്നെ അടുത്തേക്ക്. അതാ പറഞ്ഞേ, നിങ്ങൾ ഓരോ പോയിന്റ് ഇടും. ഞാൻ അതിന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പറയുമ്പോ നിങ്ങൾ അവിടെ കിടന്നിങ്ങനെ മലക്കം മറിയും. ഇത് സ്ഥിരം പെന്തക്കോസുകാരുടെ ഒരു സ്വഭാവമാണ്. ഇത് സ്ഥിരം പെന്തക്കോസുകാരുടെ ഒരു സ്വഭാവമാണ്. ബ്രദർ, ഇപ്പം ബൈബിളിൽ പറഞ്ഞു ഭൂമിയിൽ ആദത്തിന് മുമ്പ് മനുഷ്യനുണ്ടായിരുന്നു, അപ്പൊ ആദാമിനെ ആ മനുഷ്യനിൽ നിന്ന് എടുത്തു. ഞാൻ ചോദിച്ചത്, ഈ ബൈബിളിൽ അങ്ങനെ ഒരു കാര്യമില്ല. ദൈവം പറഞ്ഞു ഭൂമിയില് ബൈബിൾ മനുഷ്യന്റെ കെട്ട ബുദ്ധിയിൽ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകത്തില്ല. അത് വളരെ ശക്തിയോടുകൂടെ പൗലൂസ് പറയുന്നുണ്ട്. മനുഷ്യന്റെ ജ്ഞാനവും പോഷ്കാണ്. ദൈവത്തിന്റെ ജ്ഞാനത്തിൽ കത്താൻ മനുഷ്യന്റെ ബുദ്ധിക്ക് കഴിയത്തില്ല. അത് പോഷ്കാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ വായിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത് നിങ്ങളുടെ ബുദ്ധിയിൽ നിന്നായതുകൊണ്ട് നിങ്ങൾക്കത് ഗ്രഹിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ഉണ്ടോ ഇല്ല എന്നുള്ളത് എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ മനസ്സിലാവുമല്ലോ. അപ്പൊ അതുകൊണ്ട്
അതുകൊണ്ട് ഈ പൊടിയിൽ നിന്ന് മനുഷ്യനെ ഉണ്ടാക്കിയെന്ന് പറയുന്ന പൊടി എന്ന് പറയുന്നത് അന്നുണ്ടായിരുന്ന മനുഷ്യപ്രകൃതത്തിൽ നിന്ന് ഞാൻ പറയത്തില്ല, മൃഗപ്രകൃതത്തിലുള്ള മനുഷ്യരെന്ന് പറയാൻ പറ്റില്ല, മൃഗപ്രകൃതത്തിലുള്ള വ്യക്തികൾ. അതിൽ നിന്നാണ് ആദമിനെ ഹവ്വയെ എടുക്കുന്നത്. അല്ല, നിലത്ത് വേല ചെയ്യുവാൻ മനുഷ്യനുണ്ടായിരുന്നില്ല. ആ മനുഷ്യന്റെ കാര്യമായി ഞാൻ ഈ പറയുന്നേ. മാനുഷികതയിലെത്തിയ മനനം ചെയ്യാൻ കഴിവുള്ള വ്യക്തി ഉണ്ടായിരുന്നില്ല. ആ മനനം ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തിയായിട്ട് ആദമിനെ മാറ്റുന്നു എന്നാണ് പറഞ്ഞത്. അത് തെറ്റായ കാര്യമാണ്. അത് തെറ്റല്ല, അതാണ് ശരി. ഇനി അത് മാത്രമല്ല എന്നാൽ നിങ്ങൾ അടുത്ത് പറ. ഓക്കെ, ശരി, ഞാൻ മനുഷ്യരില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ കയീനും ഹാബേൽ ഉണ്ടായ സമയത്ത് അവിടെ വലിയൊരു പട്ടണം ഉണ്ടായിരുന്നു, ഒത്തിരി ജനങ്ങളുണ്ടായിരുന്നു. മനുഷ്യന്റെ പുത്രന്മാരെന്നും ദൈവത്തിന്റെ പുത്രന്മാരെന്ന് പറഞ്ഞ് ബൈബിളിൽ 2 കാറ്റഗറി തന്നെയുണ്ട്. ഇവരെവിടെ നിന്നുണ്ടായി? മാനത്തൊന്ന് പൊട്ടി വീണോ? ഇവിടെ വായിക്കുന്നു, അനന്തരം അവൻ തന്റെ ഭാര്യ ഹവ്വയെ പരിഗ്രഹിച്ചു. അവർ ഗർഭം ധരിച്ച് കയീനെ യഹോവേ എനിക്കൊരു പുത്രപ്രജ ലഭിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ഹാബേൽ. അത് കഴിഞ്ഞ് നമ്മളിങ്ങോട്ട് വായിക്കുമ്പോൾ അബ്രഹാം 930 വർഷം ഭൂമി ജീവിച്ചു, അനേക പുത്രിപുത്രന്മാരെ ജനിപ്പിച്ചു. അന്ന് ആയുസ് എന്ന് പറയുന്നത് ദീർഘമായിട്ടുള്ള ആയുസ്സിൽ ജീവിക്കുന്ന കാലഘട്ടമാണ്. നിങ്ങൾ കയീന്റെ ഹാബേലിന്റെ കാര്യം പറയൂ. കയീന്റെ ഹാബേലിന്റെ കാര്യം കഴിഞ്ഞിട്ടാണ് അനേക പുത്രന്മാരും പുത്രിമാരും വന്നത്. ആദ്യത്തെ 2 മക്കൾ എന്ന് പറഞ്ഞാൽ കയീനും ഹാബേലുമാണ്. അവരുടെ കാലഘട്ടത്തിലുള്ള കാര്യം പറയൂ. അവരുടെ കാലഘട്ടം എന്ന് പറയുന്നത് ആദമിന് അന്നത്തെ പ്രായം എന്ന് പറയുന്നത് ഇന്നത്തെ പോലെയുള്ള പ്രായമല്ല. വർഷങ്ങൾ ഇപ്പൊ ഒരു 50 വയസ്സ്. കയീനാണോ ആദ്യത്തെ മകൻ? കയീൻ ആദ്യത്തെ മകൻ. ഹാബേലാണോ രണ്ടാമത്തെ മകൻ? അതെ അതെ. അപ്പൊ ഈ കയീനും ഹാബേലും വളർന്ന ഒരു 23 വയസ്സുണ്ടായതിരിക്കട്ടെ, അല്ലെങ്കിൽ 25 വയസ്സായെന്നിരിക്കട്ടെ. അല്ല, 25 വയസ്സെന്ന് പറഞ്ഞാൽ അന്നത്തെ 25 വയസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വയസ്സുമല്ല. അന്നത്തെ വയസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ 25 വയസ്സ് എന്ന് പറഞ്ഞാൽ 2000 ആയിരിക്കും. അന്നത്തെ 25 വയസ്സെന്ന് പറഞ്ഞാൽ 2000 ആണോ? അങ്ങനെയല്ല പറഞ്ഞത്. പിന്നെ അന്നത്തെ 25 വയസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രായം കുറവുള്ള ഒരു കാലഘട്ടമാണ്. കാരണം അന്നത്തെ വയസ്സ് അതും ആയിക്കോട്ടെ. ആദമിന്റെ ഹവ്വയുടെ മൂന്നാമത്തെ മകൻ ആരാ? മൂന്നാമത്തെ മകൻ ആരാ പറ? ആദമിന്റെ ഹവ്വയുടെ മൂന്നാമത്തെ മകൻ ആരാ? ശേത്ത് അല്ലേ? ശേത്താണല്ലോ. ശേത്ത് ഉണ്ടാകുന്നതിന് മുമ്പ് അവിടെ ഒരു വൻ ജനാവലി ഉണ്ടായിരുന്നതായിട്ട് ബൈബിൾ പറയുന്നു. ശേത്ത് ജനിക്കുന്നതിന് മുന്നേ മൂന്നാമത്തെ മകൻ എന്നുള്ളത് വളരെ വ്യക്തതയോടുകൂടെ ബൈബിൾ പറഞ്ഞിട്ടുണ്ടോ? ആദമിനും ഹവ്വയ്ക്കും ജനിക്കുന്ന മൂന്നാമത്തെ മകൻ ശേത്താണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. അപ്പൊ അതിനു മുമ്പ് ജനങ്ങൾ കാണാൻ പാടുണ്ടോ? കാണാൻ പാടില്ല. അതെങ്ങനെ കാണും? അതെങ്ങനെ കാണും? ഇല്ല, അടുത്ത ഒരു ചാൻസും ഇല്ല. ഇത് പറഞ്ഞിട്ട് നിങ്ങൾ പോയാൽ മതി. ഇത് പറഞ്ഞിട്ട് പോയാൽ മതി. എനിക്ക് ചോദിക്കണമല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇവിടെ നമ്മുടെ നിങ്ങൾ പറയുന്ന ലോജിക്കിൽ ഇപ്പോ നിങ്ങൾ പറഞ്ഞല്ലോ ഇതിന് ആൻസർ തന്നിട്ട് നിങ്ങൾ ഇങ്ങോട്ട് പോയാൽ മതി എന്ന് തന്നെ വീണ്ടും ഉൽപ്പത്തിയിൽ കൊണ്ടുപോയത് നിങ്ങളാണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ ആൻസർ തന്നിട്ട് പോയാൽ മതി. നോഹയുടെ കാലമൊക്കെ പിന്നീട് ഒരുപാട് തലമുറ കഴിഞ്ഞിട്ടാ. അബ്രഹാമിന്റെ മൂന്നാമത്തെ മകൻ ഉണ്ടാകുന്നതിന് മുമ്പ് ഇല്ല, ഇത് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകാം. നോഹയിലോട്ടൊക്കെ പിന്നെ പോകാം. നോഹയുടെ കാലത്ത് ജലപ്രളയം വന്ന് സകല മനുഷ്യരും ഭൂമിയിൽ നിന്ന് ഇല്ലാതെ പോയി. പിന്നെ നോഹയും നോഹയുടെ കുടുംബം മാത്രമേ ഉള്ളൂ. അപ്പൊ ആ നോഹയും നോഹയുടെ കുടുംബം വന്നപ്പം ഈ ഹാം, ശേം, യാഫെത്ത് ഈ 3 പേര് അങ്ങനെയാണെങ്കിൽ അവരുടെ കാലഘട്ടത്തിൽ അവരെ പിന്നെ ജനം ഈ ലോകത്തിൽ പെറ്റുപെരുകി വളർന്നു വന്നു. ഒരുപാട് സ്ഥലത്ത് വളർന്നു വന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ നോഹയിൽ നിന്നാണല്ലോ ആ കാലഘട്ടത്തിലുള്ള എല്ലാ ജനങ്ങളും വളർന്നതും പട്ടണങ്ങൾ ഉണ്ടായതും. അങ്ങനെയാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ആദമിന് 930 വർഷം വരെ ജീവിച്ചിരുന്ന ആദാമിന് ഇഷ്ടംപോലെ പുത്രിപുത്രന്മാര് വളർന്നു. നോഹയുടെ കാലഘട്ടം അവിടെ നിൽക്കട്ടെ. നോഹയുടെ കാലഘട്ടത്തിൽ നിങ്ങൾ പറഞ്ഞതുപോലെ ഒന്നുമല്ല, അതിന് വേറെ കഥയുണ്ട്. അതവിടെ നിൽക്കട്ടെ. നമുക്കിപ്പോ നോഹയുടെ കാലഘട്ടം പിന്നീട് ഒരുപാട് ജനറേഷൻ കഴിഞ്ഞുള്ളതാ. അതവിടെ നിൽക്കട്ടെ. നിങ്ങൾ പറയുന്ന ലോജിക്ക് അനുസരിച്ച് ആദമിന്റെ ഹവ്വയുടെയും നിങ്ങൾ പറയുന്ന ലോജിക്ക് അനുസരിച്ച് നിങ്ങൾ പറയുന്നത് ശരിയല്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ ലോജിക്ക് എന്ന് ഞാൻ പറഞ്ഞത്. ബൈബിളിൽ നിങ്ങൾ പറയുന്നത് പോലെ അല്ല വ്യാഖ്യാനിക്കേണ്ടത്. നിങ്ങൾ പറയുന്ന ലോജിക്ക് അനുസരിച്ച് കയീനും ഹാബേലും കഴിഞ്ഞാൽ ആദമിനും ഹവ്വയ്ക്കും മൂന്നാമതുണ്ടാകുന്ന മകൻ ശേത്താണെങ്കിൽ ശേത്ത് ഉണ്ടാകുന്നതിന് മുമ്പ് അവിടെ പട്ടണങ്ങളുള്ളതായിട്ടും ജനസമൂഹങ്ങളുള്ളതായിട്ടും 1-2 വ്യക്തികളൊന്നുമല്ല, വലിയ
വലിയ മാസ്സായിട്ടുള്ള ജനസമൂഹമുള്ളതായിട്ട് ബൈബിൾ വ്യക്തതയോട് പറയുന്നു. അത് ആദമിൽ നിന്ന് ഹവ്വയിൽ ഉണ്ടായതല്ല, ആദാമിൽ നിന്നും ഉണ്ടായ വംശ പരമ്പര അല്ല അല്ല ക്രമീകരണമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ഒന്നുകിൽ നിങ്ങൾ ബൈബിൾ ആത്മീയമായിട്ട് വ്യാഖ്യാനിക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് പോലെ മാനുഷികമായിട്ട്. ഇത് രണ്ടും കൂടെ ഇട്ട് കുഴയ്ക്കരുത്, രണ്ടും കൂടെ ഇട്ട് കുഴയ്ക്കരുത്. നിങ്ങൾ ഇത് കേൾക്ക്. കയ്യിന് ഹാബേലും അങ്ങോട്ട് മുമ്പോട്ട് പോകുമ്പോൾ ഹാബേലിനെ കൊന്നു കഴിഞ്ഞിട്ട് കയ്യിൻ പോകുന്ന സമയത്ത് എൻ്റെ അനിയന്മാരാണ് ഇവിടെ ഉള്ളത്, എൻ്റെ ചേട്ടന്മാരാണ് ഇവിടെ ഉള്ളത്, എൻ്റെ സഹോദരിമാരാണ് ഇവിടെ ഉള്ളത്, ഇവരെല്ലാവരും കൂടെ എന്നെ കൊല്ലും എന്നൊന്നും അല്ല അയാൾ പറഞ്ഞത്. ഈ ജനങ്ങൾ എന്നെ കൊല്ലാൻ നോക്കുന്നു എന്നാണ്. ജനങ്ങളുടെ വായി ദൈവം അടയ്ക്കുമെന്നാണ്. ജനങ്ങളിൽ നിന്ന് ഞാൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്യുമെന്നാണ്. അല്ലാതെ നിന്റെ അനിയന്മാരും ചേട്ടന്മാരും കസിനും ഒന്നൊന്നല്ല പറഞ്ഞേ. നമ്മളിപ്പം ഈ ലോകത്തിലെ ആദാമ്യ സന്തതി ആയിരിക്കുന്ന ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരും സഹോദരി സഹോദരന്മാരാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. തലമുറകൾ കഴിയുമ്പോൾ അതിന് മാറ്റം ഉണ്ടാകും. അവിടെ തലമുറ കഴിഞ്ഞില്ലല്ലോ. ആര് പറഞ്ഞു കഴിഞ്ഞില്ലെന്ന്? ആദാമിന്റെ മൂന്നാമത്തെ പുത്രൻ ജനിക്കുന്നതിന് മുമ്പുള്ള കഥയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെയുള്ള സമൂഹം മാറ്റുന്നത് പിന്നീട്, അത് പിന്നെ പോകട്ടെ. മൂന്നാമത്തെ മകൻ ജനിക്കുന്നതിന് മുന്നേ ഉള്ള കാര്യമാണ് പറയുന്നത്, അതിന് ശേഷമുള്ള കാര്യമല്ല. അല്ല, അതിന് മുമ്പേ ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു പശ്ചാത്തലത്തിൽ ആ ഒരു കാര്യത്തെ പറയുമ്പോൾ തന്നെ ഈ അവർക്ക് അന്നത്തെ കാലഘട്ടത്തിൽ നിന്ന് പ്രായം എന്ന് പറഞ്ഞ 25, 50, 100 വയസ്സെന്നൊക്കെ പറയുന്നത് എന്താ പറയുന്നത്, ഇന്നത്തെ പോലെ കിളവനോ അതുപോലെയുള്ള ഒരു കാലഘട്ടം. അപ്പൊ അത്രയും വർഷത്തെ കാലഘട്ടം നോക്കുമ്പോൾ ജനം അവിടെ എന്ത് ചെയ്തു, പെരുകി തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ലോജിക്ക് പറയൂ. പിന്നെ കയ്യിന് ഒരു എത്ര വയസ്സുള്ളപ്പോഴായിരിക്കും ഹാബേലിനെ കൊന്നത്? അത് പറയുന്നില്ലല്ലോ. നിങ്ങളുടെ ലോജിക്ക് അനുസരിച്ച് പറയപ്പാ. നിങ്ങളിപ്പോ ലോജിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയല്ലേ. അന്ന് പെറ്റി പെരുകിക്കൊണ്ടിരിക്കുന്നു, ജനങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ലോജിക്ക് ഉണ്ടാക്കുകയല്ലേ. അപ്പൊ ഒരു ഉദ്ദേശം പറയൂ. കയ്യിൽ എത്ര വയസ്സുണ്ടാകും? പിന്നെ എന്തിനു ഇല്ലാത്ത കാര്യം നിങ്ങളിപ്പോ ഉണ്ടാക്കുന്നേ? ബൈബിൾ ഇല്ലാത്ത കാര്യം നിങ്ങൾ എന്തിനാ ഇപ്പൊ ഉണ്ടാക്കുന്നേ? അങ്ങനെയാണ്. പിന്നെ ഞാൻ ചോദിക്കട്ടെ ബ്രദർ, ബൈബിൾ ഇല്ലാത്ത കാര്യം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഡിയർ ബ്രദർ, ഒന്നുകിൽ നിങ്ങൾ ബൈബിളിൽ ഉള്ള കാര്യം പറ, ഇല്ലെങ്കിൽ ബൈബിൾ ഇല്ലാത്ത കാര്യം നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ പിന്നെ ബ്രദർ പറയുന്നത് ബൈബിളില് ഇല്ലാത്ത കാര്യമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ പറഞ്ഞു ആദാമിനെ ദൈവം അനേക ജനങ്ങളുടെ ഇടയിൽ നിന്ന് തിരഞ്ഞെടുത്തു എന്ന് പറയും. ശരി, ഞാൻ നിങ്ങൾ പറയുന്ന വാദം സമ്മതിക്കാം. ആദാമാണ് ആദ്യ മനുഷ്യനെന്ന് ഞാൻ സമ്മതിക്കാം. പക്ഷെ എനിക്കിതിന്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് തരാൻ പറ്റുവാണെങ്കിൽ, ആദാമാണ് ആദ്യത്തെ മനുഷ്യൻ, ഹവ്വയാണ് ആദ്യത്തെ സ്ത്രീ, അവരിൽ നിന്നാണ് ഈ ലോകത്തിലെ ജനങ്ങൾ മുഴുവൻ ഉണ്ടായത്, ഞാൻ സമ്മതിക്കാം. പക്ഷെ ഇത് നിങ്ങൾ എനിക്ക് പ്രൂവ് ചെയ്ത് തരണം. എന്താ പ്രൂവ് ചെയ്ത് തരേണ്ടേ? കയ്യനും ഹാബേലും അത് കഴിഞ്ഞിട്ടുണ്ടാകുന്ന ശേത്ത് എന്ന് പറയുന്ന മൂന്നാമത്തെ പുത്രനാണെന്ന് ബൈബിൾ വ്യക്തതയോടുകൂടെ പറഞ്ഞിരിക്കേ, അതിനു മുമ്പുണ്ടായ ജനാവലി എവിടെ നിന്ന്? ബ്രദർ, എനിക്ക് വേറൊരു പ്രൂഫിന്റെ ആവശ്യമില്ല. എനിക്കിപ്പോ ഈ ഒറ്റ കാര്യത്തിന്റെ സംശയം മാത്രമേ ഉള്ളൂ. ആ കാര്യത്തിന്റെ സംശയം ഞാൻ പറഞ്ഞു. അന്ന് ഉണ്ടായിരുന്ന ജനസമൂഹത്തിനകത്ത് നിന്ന് പൊടിയെന്ന് ഉദ്ദേശിക്കുന്നത്, ആ പൊടിയിൽ നിന്ന് ഒരു വ്യക്തിയെ, ആദാം എന്ന് പറയുന്ന വ്യക്തിയെ ദൈവത്തിന്റെ പർപ്പസിന് വേണ്ടി തിരഞ്ഞെടുത്തു. ഇതുപോലെ വെയിറ്റ്, ഞാൻ തീർക്കട്ടെ. ആ ജനസമൂഹത്തിൽ നിന്ന് ഒരു വ്യക്തി ആദമെന്ന് പറഞ്ഞ് തിരഞ്ഞെടുത്തു. അദ്ദേഹം ആ മിഷനിൽ നിന്ന് പരാജയപ്പെട്ടു. അത് കഴിഞ്ഞ് ഇതുപോലെ ജനസമൂഹത്തിനകത്തുനിന്ന് ദൈവം അടുത്ത വ്യക്തിയെ തിരഞ്ഞെടുത്തു. ആ വ്യക്തിയുടെ പേരാണ് നോഹ. അതുപോലെ ജനസമൂഹത്തിനകത്തുനിന്ന് അടുത്ത വ്യക്തിയെ തിരഞ്ഞെടുത്തു. അദ്ദേഹത്തിൻ്റെ പേരാണ് അബ്രഹാം. ഇതുപോലെ ജനസമൂഹത്തിനകത്തുനിന്ന് ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്തു. ആ വ്യക്തിയുടെ പേരാണ് മോസസ്. ഇതുപോലെ ജനസമൂഹത്തിനകത്തുനിന്ന് ദൈവം ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്തു. അദ്ദേഹത്തിൻ്റെ പേരാണ് ദാവീദ്. ഇതുപോലെ ജനസമൂഹത്തിനകത്തുനിന്ന് ദൈവം ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്തു. അദ്ദേഹത്തിൻ്റെ പേരാണ് ജീസസ്. അതുപോലെ ജനസമൂഹത്തിനകത്തുനിന്ന് ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്തു. അദ്ദേഹത്തിന്റെ പേരാണ് പൗലൂസ്. അതുപോലെ ജനസമൂഹത്തിനകത്തുനിന്ന് ദൈവം ഇപ്പോൾ ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് മനോജ്. ഇത് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും, നിങ്ങൾ കേട്ടാലും ഇല്ലെന്നുണ്ടെങ്കിലും, ഐ ഡോണ്ട് കെയർ. ഓക്കെ? സോ വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി, വേണമെങ്കിൽ ഞാൻ പറയുന്നത് കേട്ടാൽ മതി. നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ഐ ഡോണ്ട് കെയർ. അതുകൊണ്ട് നിങ്ങൾ സംസാരിക്കാൻ വരുവാണെങ്കിൽ ജെന്യുവിൻ ആയിട്ട് വരണം. ഒന്നുകിൽ നിങ്ങൾ പറയുന്ന ലോജിക്കിന് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാനായിട്ടുള്ള ആംബിയർ ഉണ്ടാകണം, അതിനുള്ള പക്വത ഉണ്ടാകണം, അതിനുള്ള അറിവുണ്ടാകണം. ഇല്ലാതെ അവിടെയും തൊട്ട് ഇവിടെയും തൊട്ട് അങ്ങനെയല്ല ഇവിടെയല്ല, അവിടെ അങ്ങനെയാണ് ഇവിടെ ഇങ്ങനെയാണ്, അതങ്ങനെയാണ് ഇതങ്ങനെയാണെന്ന് ഈ പരിപാടി ഇങ്ങോട്ട് വേണ്ട. ആ ഒറ്റ സംശയത്തെ നിങ്ങൾ അവിടെ നിന്ന് നേരെ ചാടി ജീസസിന്റെ അടുത്ത് വന്നോ?
ജീസസ് ദൈവപുത്രൻ. വെയിറ്റ് ജീസസ് ഇല്ല, പറഞ്ഞു തീർന്നില്ല. ജീസസ് ദൈവപുത്രനാണെന്ന് പറഞ്ഞപ്പോ പറഞ്ഞിട്ട് ഞാൻ പറയട്ടെ, ഇല്ല, ഞാനിത് പറഞ്ഞിട്ട് നിങ്ങൾ കണ്ടിന്യൂ ചെയ്താൽ മതി. ഇതും കൂടെ പറഞ്ഞിട്ട് നിങ്ങൾ കണ്ടിന്യൂ ചെയ്താൽ മതി. ജീസസ് ക്രൈസ്റ്റ് ദൈവപുത്രൻ എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു നിങ്ങളും ദൈവപുത്രനാണെന്ന്. അപ്പൊ നിങ്ങൾ പറയുന്നു നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ ജനിച്ചവനല്ല, നിങ്ങൾ ദൈവത്താൽ ജനിച്ചവനല്ല. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫുൾ ബൈബിൾ കൊണ്ട് കത്തിച്ച് കളഞ്ഞിട്ട് നിങ്ങൾ വേറെ പല പണിക്കുമ്പോ നിങ്ങൾ ബൈബിളിൽ പറഞ്ഞ തെറ്റായ ഒരു കാര്യം എനിക്ക് അത് ബോധ്യമെന്ന് അതുകൊണ്ടാണ്. അതല്ലേ ഞാൻ പറഞ്ഞ ബൈബിളിന്റെ ABCD പോലും അറിയാത്ത, ബൈബിൾ ഏത് രീതിയിലാണ് എഴുതിയിരിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാത്ത നിങ്ങൾ എന്നോട് തർക്കിക്കാൻ വന്നു കഴിഞ്ഞാൽ കാര്യമില്ല. കാരണം നിങ്ങൾക്കത് ഒരു കാര്യം പോലും നിങ്ങൾക്ക് അറിയില്ല. ഒരു കാര്യം പോലും നിങ്ങൾക്ക് അറിയത്തില്ല. നിങ്ങൾ സംസാരിക്കണമെങ്കിൽ മാന്യമായി സംസാരിക്കണം. ഞാൻ പറയുന്ന കാര്യങ്ങൾ കൂടെ ശ്രദ്ധിച്ചിട്ട് സംസാരിക്കണം. അല്ല, അത് ഞാൻ ശ്രദ്ധിക്കാം. അതല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് ഒറ്റ സംശയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ കാര്യത്തിൽ ഒറ്റ സംശയം. ഒറ്റ സംശയം അല്ലല്ലോ നിങ്ങൾ ഇടയ്ക്ക് എടുത്തോണ്ട് വന്നത്. നിങ്ങൾ താഴെ ജീസസ് ക്രൈസ്റ്റ് വന്നില്ലേ? അല്ല, അങ്ങോട്ട് പോകണ്ടെന്ന്. എനിക്കിപ്പോ ഞാൻ ഇതിലാണ് നിൽക്കുന്നത്. എനിക്കിപ്പോ ഒറ്റ കാര്യമുള്ളൂ. അപ്പൊ ജീസസിൽ വന്നത് ആരാ? ഞാനാണോ ജീസസിന്റെ കാര്യം പറഞ്ഞത്? എനിക്കിപ്പം ബ്രദറിനോട് തർക്കിച്ച് എനിക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ ദൈവവചനത്തിനകത്ത് ദൈവവചനം എന്ന് പറഞ്ഞൊരു വചനം ഇല്ല. ദൈവവചനം എന്ന് പറഞ്ഞൊരു വചനം ഇല്ല. പറഞ്ഞിട്ട് ദൈവം മണ്ണുകൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. ഈ പഴയ നിയമം എന്ന് പറയുന്ന ദൈവവചനമല്ല, മോശയുടെ വചനങ്ങളാ. അങ്ങനെ ഒരു വചനം ഇല്ല. അതെല്ലാം മോശയുടെ വചനങ്ങളാ. ആദ്യത്തെ 5 പുസ്തകങ്ങൾ മോശ എഴുതിയതാ. ദൈവം എഴുതാൻ പറഞ്ഞിട്ട് പോലും എഴുതിയതല്ല. അതുകൊണ്ടാണ് ജീസസ് ക്രൈസ്റ്റ് വന്നപ്പോ മോശയുടെ നിയമാവലികളെല്ലാം എടുത്ത് ദൂരെ കളയാനായിട്ട് ജീസസ് പറഞ്ഞത്. കാര്യമാണ്. മോശ 5 ഗ്രന്ഥങ്ങൾ എഴുതിയെങ്കിൽ മോശ നേരത്തെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ദൈവം മോശ പർവ്വതത്തിൽ ഇരിക്കുമ്പോൾ ദൈവം പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ പിന്നീട് മോശ എഴുതിയതാണ്. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, 5 പുസ്തകം, പഞ്ചഗ്രന്ഥങ്ങൾ അങ്ങനെ എഴുതിയതാണ്. നിങ്ങൾക്ക് ആ ദൈവവുമായിട്ട് ബന്ധമുണ്ടോ? ഏത് ദൈവം? മോശയുടെ ദൈവമായിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ടോ? എനിക്ക് യഹോവയായ ദൈവമായിട്ട് എനിക്ക് ബന്ധമുണ്ട്. ആ ദൈവം നിങ്ങളോട് സംസാരിക്കാറുണ്ടോ? എന്നോട് സംസാരിക്കാറുണ്ട്. ആ ഒരു കാര്യം പറഞ്ഞേ. ഇന്നലെ സംസാരിച്ച ഒരു കാര്യം പറഞ്ഞേ. ഞാനിത് ഈ കാര്യം തെറ്റാണെന്ന് എനിക്ക് ബോധ്യം. കാരണം സംസാരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദൈവം മനുഷ്യനെ ഈ ഭൂമിയിൽ ഇല്ലാതിരുന്ന മനുഷ്യൻ, അന്ന് ആ കാലത്ത് ഭൂമിയിൽ മനുഷ്യനില്ല. മനുഷ്യനില്ലായിരുന്ന സമയത്ത് ദൈവം നമ്മുടെ ഛായ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കാം എന്ന് പറഞ്ഞ് ദൈവം മണ്ണുകൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കിയിട്ട് ദൈവത്തിന്റെ ശ്വാസം മൂക്കിലൂതി ജീവനുള്ള ദൈവമായി തീർന്ന് ആദവും ദൈവവുമായിട്ട്. നിങ്ങൾ ഈ കടന്ന ഈ ബൈബിൾ വാക്യം പറയാതെ, എനിക്ക് അറിഞ്ഞുകൂടാത്ത ബൈബിൾ വാക്യമല്ലല്ലോ. ബൈബിൾ വാക്യമൊക്കെ എനിക്കറിയാം. ഞാൻ ചോദിച്ചതിന് മാത്രം ഉത്തരം പറയൂ. മോശയുടെ ദൈവമാണോ നിങ്ങളുടെ ദൈവം? അതെ, എന്റെ ദൈവം മോശയുടെ ദൈവം. എന്റെ ദൈവം മോശയുടെ ദൈവമല്ല. ഇനി രണ്ടാമത്, മോശയുടെ ദൈവം നിങ്ങളോട് സംസാരിക്കാറുണ്ടോ? എന്നോട് സംസാരിക്കാറുണ്ട്. അപ്പോ മോശയുടെ ദൈവത്തെ കുറിച്ച് പുതിയ നിയമത്തിനകത്ത് ജീസസ് ക്രൈസ്റ്റ് പറയുന്നത് സാത്താൻ എന്നാണ്. ആ സാത്താൻ പഴയ നിയമത്തിനകത്തുള്ള ദൈവത്തിന്റെ സങ്കല്പത്തെ യേശുവിന്റെ രീതിയിൽ പറയുന്നത് സാത്താനെന്ന്. അതുകൊണ്ടാണ് ജീസസ് പുതിയ നിയമത്തിൽ പറയുന്നത്. കേക്ക് അതിന്റെ ഇടയ്ക്കാരി പിന്നെ വിടാൻ വരല്ലേ. ജീസസ് പറഞ്ഞത് ദൈവം എന്ന് പറയുന്ന നിങ്ങളും മോശയും കൂടെ ഉണ്ടാക്കിയ ദൈവം, അബ്രഹാമിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം എന്ന് പറയുന്ന ചത്തവന്മാരുടെ ദൈവമല്ല എൻ്റെ ദൈവം. എൻ്റെ ദൈവം ജീവനുള്ളവരുടെ ദൈവം എന്നാണ് യേശു പറഞ്ഞത്. ചത്തവന്മാരുടെ നിങ്ങൾ വിശ്വസിക്കുന്ന ചത്തവന്മാരുടെ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയല്ല. ആ ദൈവം എന്ന് പറയുന്നത് പഴയ നിയമത്തിനകത്തുള്ള മോശയുടെ ദൈവം യഹോവയാണ്. ആ യഹോവ എന്ന് പറയുന്നത് ഒരു ഗോത്ര ദൈവമാണ്, ഒരു പാഗൻ ഗോഡാണ്. ഏലോഹീം എന്ന് പറയുന്ന ഒരു പാഗൻ ഗോഡാണ്. ആ ദൈവത്തെ പുതിയ നിയമത്തിനകത്തുള്ള ജീസസ് ക്രൈസ്റ്റ് സപ്പോർട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തീരട്ടെ. അതുകൊണ്ടാണ് ശമര്യ സ്ത്രീയുടെ അടുത്ത് പറഞ്ഞത് ആ മലയിൽ ആരാധിക്കുന്ന യഹോവയെയുമല്ല, ഈ മലയിൽ ആരാധിക്കുന്ന ഏലിനെയുമല്ല, ഞാൻ അറിയുന്നതിനെ ആരാധിക്കുന്നു, നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു. ഇത് രണ്ടും പാഗൻ ദൈവങ്ങളാണ്. അറിയേണ്ട ആളിനെ അറിയണമെന്നുണ്ടെങ്കിൽ നീ എൻ്റെ അടുക്കൽ വാ, ഞാൻ പറഞ്ഞു തരാം. മോശ പറഞ്ഞതുമല്ല ദൈവം, മറ്റോമാർ പറഞ്ഞതുമല്ല ദൈവം. ഓർമ്മയുണ്ടോ? ഈ വാക്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ? ഇതുകൊണ്ടാ പറഞ്ഞ് നിങ്ങളെ പോലെയുള്ള പെന്തോകൾക്ക് ഒരു പിണ്ണാക്കം അറിയത്തില്ല. അതുകൊണ്ട് മേലാൽ എന്നെ വിളിച്ച് ശല്യം ചെയ്യരുത്. വെച്ചിട്ട് പോണം.